അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മൂവി ഒബിജിയിൽ നിന്നുകൊണ്ട് സെൻസർ ഡീറ്റെയിൽസ് എടുക്കുന്ന പോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. സെൻസർ ഡീറ്റെയിൽസിൽ നിന്നുകൊണ്ട് മൂവി ഒബിജി എടുക്കുക. അതായത് ഒരു 1-to-1 ഫീൽഡിൽ റിവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. റിവേഴ്സ് റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിനേക്കാളും കുറച്ചുകൂടെ മനസ്സിലാവുന്ന വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നമ്മുടെ ഒരു ആധാർ കാർഡിൻ്റെ ഡേറ്റയും ഒരു പേഴ്സൻ്റെ ഡേറ്റയും തമ്മിലൊരു 1-to-1 ഫീൽഡ് റിലേഷൻഷിപ്പാണെന്ന് കരുതുക. ശരിക്കും ഒരു പേഴ്സൺ ഒരു ആധാർ കാർഡേ ഉള്ളൂ. അതേപോലെ ഒരു ആധാർ കാർഡിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു പേഴ്സണുമാണ്. അപ്പോൾ നമ്മൾ രണ്ട് മോഡൽ ക്ലാസ് വെച്ച് അത് കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം പ്രാക്ടിക്കലായിട്ട് പല സമയത്തും ഒരു യൂസറിന് തന്നെ ബേസ് ചെയ്തിട്ട് അയാളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരാം. അതേപോലെ തന്നെ തിരിച്ച് ആധാർ കാർഡിൻ്റെ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് യൂസറാണെന്നും അറിയേണ്ട, അതായത് രണ്ട് റിലേഷൻഷിപ്പും എടുക്കേണ്ടി വരാം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടി ആണ് അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഈ സെൻസർ ഡീറ്റെയിൽസിൻ്റെ ഫീൽഡ് ഡിക്ലെയർ ചെയ്ത സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുത്തിരുന്നു, റിലേറ്റഡ് നെയിം. ഓക്കെ, റിലേറ്റഡ് നെയിം എന്ന് പറഞ്ഞ് ഒരു ഫീൽഡ് കൊടുത്തിരുന്നു അല്ലേ. ഇത് ടൈപ്പ് ഒന്നാണ്. ഓക്കെ, റിലേറ്റഡ് നെയിം മൂവി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ റിലേറ്റഡ് നെയിം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഈ സെൻസർ ഡീറ്റെയിൽസിൻ്റെ ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ട് ഇതിനെ മൂവി ഇൻഫോനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിലേറ്റഡ് നെയിം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനത് എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സെൻസർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 1 ആണല്ലേ. ഞാൻ നേരെ ആ 1 ഒബ്ജക്റ്റ് എടുക്കുവാണ്. ഇത് ഇവിടുന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്താലും സെൻസർ ഒബിജെ ഈക്വൽ ടു ഓക്കെ ഇങ്ങനെ എടുത്താലും മതി. ഓക്കെ, ഇപ്പോൾ സെൻസർ ഒബിജെ ആയി. ഇപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു സെൻസർ ഒബ്ജക്റ്റ് എന്താ പറയുക, സെൻസർ ഇൻഫോയുടെ ഒബ്ജക്റ്റാണ് ഈ സെൻസർ ഒബിജയ്ക്കകത്ത് വന്നിരിക്കുന്നത് അല്ലേ. സെൻസർ ഒബിജയുടെ ഒബ്ജക്റ്റ്. ഈ സെൻസർ ഒബിജയുടെ മൂവിയെ കിട്ടണമെങ്കിൽ നമ്മൾ ആ റിലേറ്റഡ് നെയിം, അതായത് സെൻസറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് റിലേറ്റഡ് നെയിം മൂവി എന്ന് പറഞ്ഞാണ് റിലേറ്റഡ് നെയിം കൊടുത്തിരിക്കുന്നത്. മൂവി ഡോട്ട് ഓക്കെ സോറി ഓളല്ല ഓക്കെ സെൻസർ ഒബിജെ ഡോട്ട് മൂവി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ മൂവി ഇൻഫോയുടെ ഒബ്ജക്റ്റിനെ കിട്ടും. അതായത് മൂവി ഇത് നമ്മൾ നേരെ അങ്ങോട്ട് എടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മൂവി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കിട്ടും. അതേപോലെ ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ കിട്ടും. ഓക്കെ, മൂവിയുടെ ഒബ്ജക്റ്റിൽ നിന്ന് സെൻസർ ഇൻഫോ എടുക്കുന്നത് പോലെ തന്നെ സെൻസർ ഇൻഫോയിൽ നിന്ന് നമുക്ക് മൂവി ഒബ്ജക്റ്റും എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് 1-to-many റിലേഷൻഷിപ്പാണ്. 1-to-many റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സെൻസസ് സർട്ടിഫിക്കറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ കാര്യം പറയാമെന്ന് കരുതുക. ഒരു ഡയറക്ടർക്ക് പല മൂവീസ് ഉണ്ടാവാം അല്ലേ. അതായത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഒരു സിംഗിൾ ഡയറക്ടറേ ഉള്ളൂ, അയാൾക്ക് പല മൂവീസ് ഉണ്ടാവാം. അതായത് ആ ഡയറക്ടറും മൂവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1-to-many എന്ന് പറയാൻ പറ്റും. അതായത് ഒരു 1 റെക്കോർഡിന് മെനി റിലേഷൻഷിപ്പ്. അതായത് ഒരു മോഡലിൻ്റെ സിംഗിൾ റെക്കോർഡിന് വേറൊരു മോഡലിൻ്റെ മൾട്ടിപ്പിൾ റെക്കോർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുക. നമ്മുടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ഫീൽഡും മൂവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് 1-to-many എന്ന് പറയാം. കാരണം ഒരു ഡയറക്ടർക്ക് പല മൂവീസ് ഉണ്ടാവാം അല്ലേ. പക്ഷേ ഒരു മൂവീസിന് ഒറ്റ ഡയറക്ടർ ആയിരിക്കാം വരുന്നത്. 2 ഡയറക്ടറുള്ള കേസുകളുണ്ടാവും. തൽക്കാലം നമ്മളത് സ്കിപ്പ് ചെയ്യുകയാണ്. ഈ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നമ്മളത് വിട്ടേക്കാണ്. ഓക്കെ, അതിന് വേണ്ടി ഞാനിപ്പം ഇവിടെ നമ്മളൊരു ഡയറക്ടർ എന്ന് പറയുന്ന ഫീൽഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു, അതായത് മൂവിക്കകത്ത് തന്നെ ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫീൽഡ് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഫീൽഡ് നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഈ 1-to-many റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഡേറ്റാബേസിലെ നോർമൽ ഒരു ഫോറിൻ കീ കോൺസെപ്റ്റാണ് 1-to-manyക്കകത്ത് വരുന്നത്. ഓക്കെ, അത് നമ്മളിവിടെ 1-to-1 ഫീൽഡ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് നേരത്തെ 1-to-1 ഫീൽഡിനകത്ത് നമ്മളിങ്ങനെ നേരെ 1-to-1 ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോറിൻ കീ അല്ലെങ്കിൽ 1-to-many റിലേഷൻഷിപ്പ് നമ്മൾ പറയുമ്പോൾ ഫോറിൻ കീ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഏത് ഫീൽഡുമായിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു എറർ കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെപ്പോഴും പൈത്തൺ ചെയ്യുമ്പം അതിൻ്റെ എക്സിക്യൂഷൻ്റെ ഫ്ലോ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും വരുന്നത്. അപ്പം നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും
ഡിഫൈൻ ചെയ്തിരിക്കണം. ആ മോഡൽ ഞാൻ താഴെ കിടന്നെടുത്ത് മേലേക്ക് ഇട്ടു. ഓക്കെ, ഡയറക്ടർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നൾ വാല്യൂ വേണമെങ്കിൽ ഇപ്പം തൽക്കാലം ഞാൻ നൾ വാല്യൂ 2 ഇടുകയാണ്. പിന്നെ ഓൺ ഡിലീറ്റ്, എന്താണ് ഡിലീഷൻ കണ്ടീഷനിൽ ചെയ്യേണ്ടത്. ഓക്കെ, റിലേറ്റഡ് നെയിം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. 1-to-1 ഫീൽഡിൽ നമ്മൾ റിലേറ്റഡ് നെയിം കൊടുത്തിരുന്നു. ഓക്കെ, 1-to-1 ഫീൽഡ് പറയുന്ന സമയത്ത് ഞാൻ വിട്ടുപോയൊരു സംഭവമാണ് ഓൺ ഡിലീറ്റ്. ഓക്കെ, ജാങ്കോ നമുക്ക് ഓൺ ഡിലീറ്റ് കണ്ടീഷനിൽ എന്താണ് എന്നുള്ളതാണ് ഈ ഓൺ ഡിലീറ്റ് ഫീൽഡിനായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഓൺ ഡിലീറ്റ് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ 2 ഡേറ്റ നമ്മളിവിടെ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന മൂവി ഇൻഫോയുടെ ഫീൽഡിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതും വേറൊരു ഒബ്ജക്റ്റാണ്. വേറൊരു ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ഇൻഫോ എന്ന് പറയുന്ന വേറൊരു മോഡൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ സെൻസർ ഇൻഫോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സെൻസർ ഇൻഫോയുടെ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് വാല്യൂ വേണം സെൻസർ ഡീറ്റെയിൽസിൽ സ്റ്റോർ ചെയ്യണം. അതാണ് ഈ ഓൺ ഡിലീറ്റ് കണ്ടീഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ ഒബ്ജക്റ്റിനെ നമ്മൾ മൂവി ഇൻഫോയുടെ സെൻസർ ഡീറ്റെയിൽസിലേക്ക് അസൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ്ലി ആ സെൻസർ സർട്ടിഫിക്കറ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ഈ മൂവി ഇൻഫോ ഡോട്ട് സെൻസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാതായി. അപ്പോൾ ആ ഒരു കണ്ടീഷനില്ലാതെ എങ്ങനെ വേണം ഓൺ ഡിലീഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം ഇട്ടേക്കുന്നത് അത് പല മെത്തേഡ് ഉണ്ട്. ഓൺ ഡിലീറ്റ് കണ്ടീഷനിൽ ഇപ്പം ഞാൻ മോഡൽസ് ഡോട്ട് സെറ്റ് നള്ള് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൻ്റെ മീനിങ് ഇവിടെ സെൻസർ സെൻസർ ഇൻഫോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂവി ഇൻഫോയുടെ സെൻസർ ഡീറ്റെയിൽസിനകത്ത് നൾ വാല്യൂ, അതായത് നൺ ആണ് വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതല്ലാതെയുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് കാസ്കേഡ്, പ്രൊട്ടക്റ്റ്, റെസ്ട്രിക്റ്റ്, സെറ്റ് നള്ള്, സെറ്റ് ഡിഫോൾട്ട്, സെറ്റ്, ഡു നത്തിങ്, ഇങ്ങനത്തെ എത്രയും ആക്ഷൻസ് ആണ് വരുന്നത്. ഇതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കാസ്കേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നിങ്ങൾ SQL നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അതായത് ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മൾ ആ ഒരു സെൻസർ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ റെഫർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഓപ്പറേഷൻസ് കാസ്കേഡ് ആയിരിക്കും. നമ്മളൊരു സെൻസർ ഡേറ്റ ആദ്യം സ്റ്റോർ ചെയ്തു, അതൊരു മൂവി ഇൻഫോയിലേക്ക് അസൈൻ ചെയ്ത ശേഷം സെൻസർ ഡേറ്റ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് റെഫർ ചെയ്തിരിക്കുന്ന മൂവി ഇൻഫോയും ഡിലീറ്റ് ആവുന്നു. അടുത്തത് പ്രൊട്ടക്റ്റ് എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റ് ആക്ച്വലി ഡിലീഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. അതായത് നമ്മൾ അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ സെൻസർ ഡേറ്റ, അതായത് ഏതെങ്കിലും ഒരു മൂവി ഇൻഫോയിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സെൻസർ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടക്റ്റഡ് എറർ വരും. അതാണ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ, ഓൺ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തു വരുന്നത്. ഓക്കെ, റെസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ സിമിലർ ടു പ്രൊട്ടക്റ്റ് ആണ്, പക്ഷേ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. റെസ്ട്രിക്റ്റിൽ നമ്മൾ ഒരു ഡിലീഷൻ പോസിബിൾ ആണ്, ഒരു പ്രത്യേക കണ്ടീഷനിലാണ്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നോർമൽ കേസിൽ ഇതൊരു റെസ്ട്രിക്റ്റഡ് ആണ്, ഡിലീഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്, ആൽബം ഉണ്ട്, സോങ് ഉണ്ട്. ഇതിൽ സോങ്ങിനകത്ത് 2 ഫീൽഡ്, സോങ്ങിന് ആർട്ടിസ്റ്റും ആൽബം എന്ന് പറഞ്ഞൊരു ഫീൽഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൺ ഡിലീറ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുന്നത് മോഡൽസ് ഡോട്ട് കാസ്കേഡ് എന്ന് പറഞ്ഞാണ്. അതായത് ആർട്ടിസ്റ്റ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ സോങ്ങും ഡിലീറ്റ് ആവും. ഓക്കെ, ആൽബത്തിനകത്തും ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും നമ്മുടെ റിലേഷൻഷിപ്പ് ഓൺ ഡിലീറ്റ് പറഞ്ഞിരിക്കുന്നത് മോഡൽസ് ഡോട്ട് കാസ്കേഡ് ആണ്. അതായത് ആർട്ടിസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽബവും ഡിലീറ്റ് ആവും. ഓക്കെ, അതിനുശേഷം ഞാൻ സോങ്ങിനകത്ത് ഒരു ആൽബം കൊടുത്തിട്ടുണ്ട്. ആ ആൽബത്തിൽ പറഞ്ഞിരിക്കുന്നത് മോഡൽസ് ഡോട്ട്, അവിടെയാണ് മോഡൽസ് ഡോട്ട് റെസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് ഫീൽഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ എപ്പോഴാണ് നമുക്ക് ഡിലീഷൻ പോസിബിൾ ആണെന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഇപ്പം നോർമൽ ഒരു കണ്ടീഷനിൽ വെറുതെ നമ്മൾ ഈ ഒരു ആൽബം ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ നോർമലി ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെറുതെ ആർട്ടിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ റെസ്ട്രിക്റ്റഡ് എറർ വരും. ഓക്കെ, കാരണം ആർട്ടിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് കാസ്കേഡ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സോങ് ഡിലീഷൻ നടത്താൻ നോക്കുമ്പോൾ റെസ്ട്രിക്ഷൻ എറർ എന്ന് പറഞ്ഞു വരും. അതേസമയം നമുക്കൊരു കണ്ടീഷനിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇത് 3 ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ വരിക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഞാൻ ഈ ആർട്ടിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നു. ആർട്ടിസ്റ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ ആൽബത്തിൽ നമ്മൾ കാസ്കേഡ് റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആർട്ടിസ്റ്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആൽബം ഡിലീറ്റ് ചെയ്യുന്നു. ഈ ആൽബം നോക്കിയാൽ ഈ സോങ്ങുമായിട്ട് ഒരു കാസ്കേഡ് റിലേഷൻഷിപ്പിലുണ്ട്. അങ്ങനെ ആർട്ടിസ്റ്റും ഡിലീറ്റായി, ആൽബവും ഡിലീറ്റായി, സോങ്ങും ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഒരു കാസ്കേഡ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും റെസ്ട്രിക്റ്റഡ് ഒബ്ജക്റ്റ് ഡിലീറ്റഡ് ആവുന്നത്. ഓക്കെ, ഈ കാസ്കേഡ് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള ഒരു സെക്ഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഗ്രാജുവലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നമ്മൾ വളരെ റെയറായിട്ടേ ഉള്ളൂ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, അടുത്തത് സെറ്റ് നൾ. സെറ്റ് നൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് തന്നെ, അതായത് വാല്യൂ നള്ളായിട്ട് സെറ്റ് ആവുന്നു. പിന്നെ സെറ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡീഫോൾട്ട് വാല്യൂ, അതായത് ഡിലീറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് ഡീഫോൾട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സെറ്റ്. സെറ്റിനകത്ത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു കോളബിൾ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ഗെറ്റ് സെൻറ്റിനെൻ്റൽ യൂസർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതിയിരിക്കുകയാണ്. ഈ ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ സെറ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് സെറ്റിനകത്ത് നടക്കുന്നത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റിട്ടേൺ ചെയ്യാനോ ഒക്കെ ആയിരിക്കും എഴുതിയേക്കുന്നത്. ഓൺ ഡിലീറ്റിൽ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും പിന്നെ ഇവിടെ സ്റ്റോർ ആവുന്നത്. ഓക്കെ, അടുത്തത് ഡു നത്തിങ്. ഡു നത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാങ്കോയിൽ ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതിനുശേഷം ചിലപ്പോൾ അത് ബാക്ക് ഡി ബിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓൺ ഡിലീറ്റ് ഇത് ചെയ്യാം. അതാണ് ഡു നത്തിങ്ങിൽ വരുന്നത്. ഇത് ശരിക്കും ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കത് കുറേ കൂടെ മനസ്സിലാവും. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഇനിയും അടുത്ത നമ്മൾ റിലേറ്റഡ് നെയിം പറഞ്ഞു കൊടുക്കുന്നു. ഫോറിൻ കീ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ റിലേറ്റഡ് നെയിം പറഞ്ഞു. ഓക്കെ, ഇതിന് ശേഷം ഞാൻ സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് കൂടെ കൊടുത്തു. ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞ് ഒരു ഫോറിൻ കീ റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ഞാനത് ഡേറ്റ മിഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും ഞാൻ പൈത്തൺ manage.by മേക്ക് മിഗ്രേഷൻസ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്. നമ്മുടെ മിഗ്രേഷൻ ഫയൽസ് ക്രിയേറ്റ് ആവണം. ഓക്കെ, ഇവിടെ മിഗ്രേഷൻ ഫയൽ ക്രിയേറ്റ് ആയി. ഈ എറർ ഇഗ്നോർ ചെയ്തേര്. പൈപ്പിൻ അതിനുശേഷം അതായത് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് മിഗ്രേഷൻ ഫയൽസ്. ഞാൻ മിഗ്രേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പൈത്തൺ manager.by മിഗ്രേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ പുതിയ അഡീഷണൽ ഒരു ടേബിളൂടെ ക്രിയേറ്റ് ആയി ബാക്ക് എൻഡിൽ നോക്കിയാൽ അറിയാം. ഇതിനകത്ത് ഓക്കെ മൂവീസ് ഡയറക്ടർ എന്ന് പറഞ്ഞ അഡീഷണൽ ടേബിളൂടെ വന്നു ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന one to many വാല്യൂസിൽ ഡേറ്റ സ്റ്റോർ ചെയ്തെന്നും റിട്രീവ് ചെയ്തെന്നും നോക്കാം. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഡയറക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുവേണ്ടി ഞാൻ വീണ്ടും പൈത്തൺ manager.py ഷെല്ലിൽ കയറി ഇമ്പോർട്ട് ചെയ്തു. ഞാൻ ഈ ബാക്ക് എൻഡ് ഷെല്ലിൽ ഒരു എളുപ്പത്തിന് കാണിക്കുന്നതാണ്. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പം ഇതേപോലെ തന്നെ നമ്മളുടെ വ്യൂ ഫംഗ്ഷനകത്ത് നമ്മൾ ഇതേപോലെ ഡേറ്റ എടുക്കാം. ഓക്കെ,
ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു മൂവി ഒബ്ജക്റ്റ് എടുക്കുവാണ്. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് മൂവി OBJ1 എന്ന് പറയുന്നത് ഓക്കെ, ഒരു മൂവി OBJ1 എന്ന് പറഞ്ഞ് ഒരു ഓൾറെഡി കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഞാൻ റിട്രീവ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് മൂവ് OBJ1 എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ എന്താ പറയുക, സെൻസർ ഡാറ്റ ചെയ്ത സമയത്ത് 1-to-1 ഫീൽഡിൽ വാല്യൂ സ്റ്റോർ ചെയ്ത പോലെ തന്നെയാണ് ഡയറക്ടറിൻ്റെ വാല്യൂം സ്റ്റോർ ചെയ്യുന്നത്. ആദ്യം ഞാനൊരു ഡയറക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡയറക്ടർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് എ ഡയറക്ടർ ഒബ്ജക്റ്റ്. അതിൻ്റെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. ഓക്കെ, അതായത് ഇപ്പം ഞാനൊരു ഡയറക്ടർ OBJ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ശേഷം ഈ ഡയറക്ടർ ഒബ്ജക്റ്റ് നേരെ മൂവിയുടെ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യും. ഏത് മൂവിയുടെയാണോ ഡയറക്ടറായിട്ട് കൊടുക്കേണ്ടത് അത് നേരെ അസൈൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, മൂവിയുടെ ഫീൽഡ് നെയിം ഡയറക്റ്റഡ് ബൈ. ഓക്കെ, ഈ മൂവി OBJ1 ഡയറക്റ്റഡ് ബൈ എന്ന് പറയുന്നത് ഈ ഡയർ OBJ ആക്കി. ഇതിന് നേരെ മൂവി OBJ1 സേവ് ചെയ്യുക. നോർമലി ഒരു ഫീൽഡ് അപ്ഡേറ്റ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം ഞാൻ ഡയറക്ടറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏതാണോ ആ ഫോറിൻ കീ ഫീൽഡ്, ആ ഫീൽഡിലേക്ക് ഈ ഡയറക്ടർ ഒബ്ജക്റ്റ് അസൈൻ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നേരെ മൂവി OBJ1 ഡോട്ട് ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ടർ OBJ ആയിരിക്കും കിട്ടുന്നത്. ഡയറക്ടർ ബൈ ഡോട്ട് നെയിം എടുത്തു കഴിഞ്ഞാൽ അയാളുടെ നെയിം ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, OBJ ഡയറക്ടർ ബൈ ഡോട്ട് നെയിം. അത്രയും ഈസിയാണിത്. ഇതിൽ 1-to-1 ഫീൽഡിൻ്റെ അതേ പ്രൊസീജിയർ തന്നെ. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് വരുന്നത് നമ്മുടെ റിവേഴ്സ് റിലേഷൻഷിപ്പിലാണ്. നേരത്തെ റിവേഴ്സ് റിലേഷൻഷിപ്പിൽ 1-to-1 ഒരൊറ്റ ഫീൽഡ് മാത്രമായിരുന്നു വരുന്നതല്ലേ. കാരണം അത് ബേസിക്കലി 1-to-1 ഫീൽഡ് ആയതുകൊണ്ട് സെൻസർ സർട്ടിഫിക്കറ്റിൽ നിന്ന് മൂവി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ മൂവി മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ പല മൂവീസിൽ ആ ഒരു ഇൻഫർമേഷൻ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു മൂവി എടുക്കുവാണ്. മൂവി OBJ2 എന്ന് പറഞ്ഞ് വേറൊരു മൂവി എടുത്തു. ആ മൂവിയുടെ ID = 2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം അതും ഞാൻ ഇതേ ഡയറക്ടറിനുള്ളത് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിപ്പം ഡയറക്ടർ OBJ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അതേ വേരിയബിൾ തന്നെ കൊടുക്കുവാണ്. ഇതിന് ശേഷം സേവ് ചെയ്തു. ഓൾറെഡി നമ്മൾ ഡയറക്ടർ OBJ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ എന്താ പറയുക, നമ്മുടെ ഡയറക്ടർ ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിലും ഇത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ എടുത്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്. ഒരു മൂവി ഇപ്പം ഇത് തന്നെ പുതിയൊരു മൂവി, വേറൊരു മൂവി ഇൻഫോ എടുക്കുവാണ്. മൂവി ഇൻഫോ ഒബ്ജക്റ്റ് 3 എടുക്കുവാണ്. M3 എന്ന് പറഞ്ഞ വേരിയബിൾ അസൈൻ കൊടുത്തു. അതിനുശേഷം മൂവി ഇൻഫോ ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് PK = 3 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം M3 ഡോട്ട് ഡയറക്റ്റഡ് ബൈ = എന്താ പറയുക, ഇങ്ങനെ കൊടുത്തു. ഡയറക്ടർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ID
ഈക്വൽ 1. അതായത് ഡയറക്ടറിൻ്റെ എല്ലാ ഇൻഫർമേഷനും സെയിം ആണ്. അതിനുശേഷം ഞാൻ m3.save എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അതായത് ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം. ഇപ്പം ഞാനിവിടെ ആദ്യത്തേതിൽ 3 ഒബ്ജക്റ്റുകൾക്ക് ഒരേ ഡയറക്ടറിനെ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 3 മൂവി ഒബ്ജക്റ്റും ഒരേ ഡയറക്ടറാണ്. അതായത് ഒരു ഡയറക്ടറുടെ 3 മൂവി എന്ന് മീൻ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ റിവേഴ്സ് റിലേഷൻഷിപ്പിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്ടർ ഒബ്ജക്റ്റിൽ നിന്നുകൊണ്ട് മൂവി ആക്സസ് ചെയ്യണം. അതായത് ഒരു ഡയറക്ടർ ചെയ്തിരിക്കുന്ന എല്ലാ മൂവീസും കിട്ടണമെങ്കിൽ ഇതിൽ ചെയ്യുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡയറക്ടർ ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഡയറക്ടർ ഒബ്ജക്റ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഓൾറെഡി കിടപ്പുണ്ട്, DAR OBJ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇതാണ് ഡയറക്ടർ ഒബ്ജക്റ്റ് അല്ലേ. DAR OBJ ചെയ്തിരിക്കുന്ന എല്ലാ മൂവീസും കിട്ടണമെങ്കിൽ DAR OBJ ഡോട്ട് റിലേറ്റഡ് നെയിം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡയറക്ടഡ് മൂവീസ് ഡോട്ട്. നേരത്തെ നമ്മൾ വെറുതെ ആ ഡയറക്ടഡ് മൂവീസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, പക്ഷേ ഇവിടെ നോക്കിയില്ല അറിയാം, ഇവിടെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേറ്റ കിട്ടില്ല. അതിന് പകരം നമ്മൾ കൊടുക്കുന്നത് ഓൾ എന്ന് പറഞ്ഞ ഒരു കൊറി സെറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ വരുന്നത് ഒരു റിട്ടേൺ ചെയ്യുന്നത് ഒരു കൊറി സെറ്റ് ഇൻ ദ സെൻസ് നമ്മുടെ ഒരു ജാങ്കോയുടെ ഒരു ഐട്രബിൾ സെറ്റാണ് വരുന്നത്. ഇതിനകത്ത് വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തേ നമുക്ക് ആ ഡേറ്റ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഞാൻ ഒരു വേരിയബിളിലേക്ക് കൊടുക്കുവാണ്. സോറി, ഓക്കെ, ഈ കൊറി സെറ്റിലെ വാല്യൂസ് നമുക്ക് കിട്ടണം എന്ന് കരുതുക. അതിനുവേണ്ടി ഞാൻ അതൊരു ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് ഇട്ടു. അതിനുശേഷം ഞാനൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ആ വാല്യൂസ് എടുക്കുകയാണ്. അതായത് ഇപ്പം നമുക്ക് അറിയാൻ പറ്റും ഐട്രേറ്റ് ചെയ്ത് എല്ലാ ഒബ്ജക്ട്സുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ ഫോറിൻ കീ യൂസ് ചെയ്യുമ്പോൾ 1 to many റിലേഷൻഷിപ്പിൽ ഡേറ്റ റിട്രീവ് ചെയ്യുന്നത്. ഓക്കെ, ഫോറിൻ കീ യൂസ് ചെയ്ത് കിട്ടുമ്പോൾ ഫോറിൻ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ഡോട്ട് റിലേറ്റഡ് നെയിം ഡോട്ട് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും ഒരു കൊറി സെറ്റായിട്ട് നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്കുള്ളത് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് 1 to many. അടുത്ത മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ 1 to 1 1 റെക്കോർഡ് ടു 1 റെക്കോർഡ്, അതായത് ഒരു മോഡലിൻ്റെ 1 റെക്കോർഡ് വേറൊരു മോഡലിൻ്റെ 1 റെക്കോർഡുമായിട്ട് റിലേഷൻഷിപ്പ്. 1 to manyക്കകത്ത് ഒരു മോഡലിൻ്റെ 1 റെക്കോർഡ് മെനി റെക്കോർഡ്സുമായിട്ട് റിലേഷൻഷിപ്പ്. പക്ഷേ തിരിച്ച് 1 to 1 റിവേഴ്സ് റിലേഷൻഷിപ്പിൽ അത് 1 വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത മെനി ടു മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഒരു മോഡലിലെ റെക്കോർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെനി റെക്കോർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂവി അതിൻ്റെ ആക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് മെനി ടു മെനി എന്ന് പറയാൻ പറ്റും. കാരണം ഒരു മൂവിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ആക്ടേഴ്സിന് മൾട്ടിപ്പിൾ മൂവി റെക്കോർഡ്സും ഉണ്ടാവും അല്ലേ. ഇതിനെ നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നു. അതായത് ഒരു ആക്ടർ തന്നെ പല മൂവീസിൽ അഭിനയിക്കും, അതുപോലെ തന്നെ ഒരു മൂവീസിൽ തന്നെ പല ആക്ടേഴ്സും ഉണ്ട്. ഇതിനെയാണ് മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിനുവേണ്ടി നമ്മളൊരു ആക്ടറിനെ ഡിഫൈൻ ചെയ്യണം. ഡയറക്ടർ പോലെ തന്നെ ആക്ടർ എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഇടുന്നു. നെയിം മതി. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഡയറക്റ്റഡ് ബൈ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. മെനി ടു മെനി എപ്പോഴും മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു പ്ലൂറൽ ഫോമിൽ കൊടുത്തിരുന്നത്. മെനി ടു മെനി ഫീൽഡ് ഏത് ഫീൽഡുമായിട്ടാണ്? ആക്ടർ. ഓക്കെ, ഇവിടെ നമ്മൾ റിലേറ്റഡ് നെയിം കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓൺ ഡിലീറ്റ് കണ്ടീഷൻ എഴുതേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ട് കണ്ടീഷനിലും, അതായത് 1 to 1 ഫീൽഡിലും ഫോറിൻ കീയിലും ആക്ച്വലി ഇതേ ടേബിളിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ മെനി ടു മെനിയിൽ ആ സ്റ്റോറേജ് ഏരിയ വ്യത്യാസമുണ്ട്. ഞാൻ റിലേറ്റഡ് നെയിം മൂവി
മൂവീസ് ആക്റ്റഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആക്റ്റഡ് മൂവീസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്തു. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ മിഗ്രേഷൻ അപ്ലൈ ചെയ്യണം. മേക്ക് മിഗ്രേഷൻസ് എന്ന് പറഞ്ഞു മിഗ്രേഷൻസ് കൊടുത്തു. ഓക്കെ, ഇത് മിഗ്രേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിഗ്രേറ്റ് ചെയ്യണം. പൈത്തൺ മാനേജ് ഡോട്ട് ബൈ മിഗ്രേറ്റ്. ഓക്കെ, ഈ മെനി ടു മെനിയുടെ മാത്രം നിങ്ങൾ ബാക്ക് എൻഡ് നോക്കി അറിയാം. ഇവിടെ നമ്മൾ മറ്റേ കേസുകളിലെ പോലെയല്ല. ഇവിടെ കണ്ടോ, 2 മൂവീസ് ഇൻഫോ ആക്ട്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അതായത് ആക്ടർ എന്ന് പറഞ്ഞൊരു ടേബിളും ക്രിയേറ്റ് ചെയ്തു, മൂവീസ് ഇൻഫോ ആക്ട്രസ് എന്ന് പറഞ്ഞ് വേറൊരു ടേബിളും ക്രിയേറ്റ് ചെയ്തു. അതായത് അതിനകത്ത് വാല്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതൊരു മാപ്പ് ടേബിൾ എന്ന് പറയും. അതായത് ഇത് കണ്ടോ, മൂവിയുടെ ഐ ഡിയും ആക്ടറിൻ്റെ ഐ ഡിയും. മറ്റേ കണ്ടീഷനിലെല്ലാം നമ്മളൊരു ഫോറിൻ കീ വെച്ചിട്ടായിരുന്നു റിലേഷൻഷിപ്പ് വരുന്നത്. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഫോറിൻ കീ അല്ല, അതിന് പകരം മൂവി ഇൻഫോയുടെ ഐ ഡി. കാരണം ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവം ഇതാണ്, മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഒരു സിംഗിൾ റോയിൽ നമുക്ക് ആ ഡാറ്റ സ്റ്റോറേജ് നടക്കില്ല. അതിന് പകരം ഒരു സെപ്പറേറ്റ് ടേബിൾ ചെയ്തിട്ട് ആ ടേബിളിനകത്ത് ഒരു മൂവിയുടെ ഐ ഡി, ഒരു ആക്ടറിൻ്റെ ഐ ഡി, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആക്ടേഴ്സിനെയും മൾട്ടിപ്പിൾ മൂവീസിനെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് മെനി ടു മെനിയിൽ കമ്പയർ ചെയ്യുമ്പോൾ നടക്കുന്നത്. കമ്പയറല്ല, മിഗ്രേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. അതായത് ഡയറക്ടറുടെ കേസിൽ നമുക്കൊരു ഡയറക്ടർ ഐ ഡി മൂവീസിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ കീ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇൻഫോയുടെ കേസിൽ നമുക്ക് ഒരു കീ മതി, അത് ഫോറിൻ കീ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ മെനി ടു മെനിയുടെ കേസിൽ നമുക്ക് ഒരു കീ അല്ല വരുന്നത്, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിളിലേക്ക് മൂവി ഇൻഫോയുടെ ഐ ഡിയും ആക്ടറിൻ്റെ ഐ ഡിയും, മൂവി ഇൻഫോ എന്ന് പറയുന്നത് ഒരു മൂവി ഇൻഫോയിൽ കിടക്കുന്ന മൂവി ഇൻഫോയുടെ പ്രൈമറി ഐ ഡിയും ആക്ടറിൻ്റെ ഐ ഡിയും ആണ് സ്റ്റോർ ആവുന്നത്. ഇതാണ് മെനി ടു മെനിയിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെനി ടു മെനി വാല്യൂസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒന്ന് ഷെല്ലിലേക്ക് കയറുവാണ്. ഓക്കെ, അതിനുശേഷം ഇൻപുട്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ആക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത് ഒരു ആക്ടർ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ആക്ടർ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 ആക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു മൂവി ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ മെനി ടു മെനിയിൽ നമുക്ക് ശരിക്കും വാല്യൂ കിടക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിനകത്ത് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഫീൽഡ് വരുന്നത് ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഫീൽഡിലാണ് വാല്യൂ കൊടുത്തിരിക്കുന്നത് അല്ലേ. അത് നേരെ മൂവി ഇൻഫോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഐ ഡി ഈക്വൽ ടു 1 3 എടുത്തേക്കാം. മൂവി ഒബ്ജക്റ്റ് വെറുതെ ഞാൻ ഒരു ഒബ്ജക്റ്റ് അസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി മൂവി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ മൂവി ഒബ്ജക്റ്റ് എടുത്തു. മൂവി ഒബിജെ ഡോട്ട്
ആക്ടേഴ്സ്, അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആക്ടേഴ്സ് എന്ന് പറയുന്ന ഫീൽഡിലേക്കാണല്ലേ. അതായത് ഈ ഫീൽഡിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഡേറ്റ. അതിനകത്ത് മെനി ടു മെനിയാണ് ആഡ് ചെയ്യേണ്ടത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ആക്ടേഴ്സ് ഡോട്ട് ആഡ്. ഇവിടെ നമ്മൾ ഈ 3 ഒബ്ജക്റ്റ് ആഡ് ചെയ്യുകയാണ്. മോഹൻലാലും ആഡ് ചെയ്യുകയാണ്, മമ്മൂട്ടി ആഡ് ചെയ്യുകയാണ്. എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ മോഹൻലാൽ ഡോട്ട് മമ്മൂട്ടി ഡോട്ട് രജനീകാന്ത്. ഇത് കണ്ടോ, ഒറ്റയടിക്ക് ഞാൻ 3ഉം ആഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അതായത് 3 ഡേറ്റയും ഞാൻ ഒറ്റയടിക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് മൂവി, അതിന് ശേഷം മൂവി ഒബിജെ ഡോട്ട് ആക്ടേഴ്സ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 3 ഡേറ്റയും ഈ ഓൾ, അതായത് ഫോറിൻ കീയുടെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്കൊരു മൾട്ടിപ്പിൾ വാല്യൂ ഡേറ്റ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വേറൊരു മൂവി ഒബ്ജക്റ്റ് എടുക്കുവാണ്. ID = 1 എടുത്തു. ഓക്കെ, അതിലും ഞാൻ ഇതേപോലെ തന്നെ ആഡ് ചെയ്യുകയാണ്, ആക്ടേഴ്സ് ഡോട്ട് ആഡ് ചെയ്ത്. അതിനുവേണ്ടി ഞാൻ മൂവി ഒബിജെ 1 ഡോട്ട് ആഡ്, ഇതിനകത്ത് ഞാൻ 2 പേരെ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, മൂവി ഒബിജെ ഡോട്ട് ആക്ടേഴ്സ് വിട്ടുപോയി, അതാണ് എററാണ്. കാരണം നമ്മളുടെ ആ മെനി ടു മെനി വാല്യൂവിനകത്താണ് ആക്ടേഴ്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. സ്പെല്ലിങ് അതിൽ കുറേ വിഷയങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, നമ്മൾ ആ കറക്റ്റ് ഞാൻ അടിച്ചു കൊടുത്ത സ്പെല്ലിങ് ക്യാപിറ്റലാണ്. ഏത് ആ വേരിയബിളിന് ഞാൻ വിട്ടെടുത്ത് അതേ സ്പെല്ലിങ് തന്നെ കൊടുക്കണം ഇവിടെ. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ആക്ടേഴ്സ് ഡോട്ട്, ഇപ്പോൾ മൂവി ഒബിജെ ഡോട്ട് ആക്ടേഴ്സ് ഡോട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്കിപ്പം തിരിച്ച്, അതായത് ഒരു ഫോറിൻ കീയുടെ കോൺസെപ്റ്റിൽ നമ്മൾ റിവേഴ്സ് റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ ഓൾ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക, ആക്ടേഴ്സിൻ്റെ ഡേറ്റ എടുക്കണമെങ്കിലും നമ്മൾ ഇതേപോലെ ഒരു ഓൾ യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചഥവാ മോഹൻലാൽ ആക്ട് ചെയ്ത സിനിമകളെല്ലാം കാണണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മോഹൻലാൽ ഡോട്ട് അതിൻ്റെ റിലേറ്റഡ് നെയിം ആക്റ്റഡ് മൂവീസ് ഡോട്ട് ഓൾ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് 2 മൂവി, അതായത് വൈൽഡ് മൂവി 1 എന്ന് പറയുന്ന 2 മൂവി ഡേറ്റ നമുക്ക് കൊറി സെറ്റായിട്ട് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇതാണ് ശരിക്കും ഇതിൻ്റെ റിവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, നമ്മൾ കവർ ചെയ്തത് ശരിക്കും ജാങ്കോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഓരോ മോഡൽസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ഇത്രയാണ്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. 1-to-1 റിലേഷൻഷിപ്പ്, മെനി ടു മെനി റിലേഷൻഷിപ്പ്. ഓരോ ടൈപ്പ് ഓഫ് റിലേഷനിലും എങ്ങനെയാണ് ഡേറ്റ സെറ്റ് ചെയ്യുന്നത്, ഡേറ്റ റിട്രീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇന്ന് ഞാൻ എക്സാമ്പിൾസ് എല്ലാം കാണിച്ചത് ഷെൽ കമാൻഡ്സിനകത്താണ്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ശരിക്കും വ്യൂ ഫംഗ്ഷനകത്ത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഡേറ്റ റിട്രീവലും എല്ലാം വരുന്നത്. അതെല്ലാം ഫർദർ അടുത്ത എക്സാമ്പിളുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഈ സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിവേ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇതിന് തന്നെ ORM തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ബൈ.